പടം കണ്ടോ? കണ്ടിട്ട് അർജുന്റെ പിന്നെ നമ്മുടെ റഫീഖടമാനും അഭിപ്രായം നല്ലതാ. കണ്ടിട്ട് അഭിപ്രായം പറ. പ്രേക്ഷകരായിരുന്നു ഒരുപാട് ഫസ്റ്റ് പടമാണ്, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. പ്രേക്ഷകരായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടെൻഷനും കുറച്ചുകൂടി കൂടി പരിപാടി ഒക്കെയാണ്. ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് പുതിയ നായകൻ എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ എന്താ തോന്നുന്നു? ഇനി അങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കാമോ? തുടർന്നും ബാപ്പി പടം കണ്ടില്ലേ? വിളിച്ചോ? പുതിയ നായകനെ കിട്ടി. ചേട്ടാ, നായകനായിട്ടുള്ള ഫസ്റ്റ് പടം. അതെ അതെ, ഒരുപാട് സന്തോഷം. നാദൃശികയുടെ പടത്തിൽ തന്നെയാണ് അഭിനയിച്ചത്. നല്ല മെസ്സേജ് ആയിരുന്ന ഒരു സിനിമയാണ്. എന്താണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എക്സ്പീരിയൻസ് നല്ല തിയേറ്ററിലെ റെസ്പോൺസുകളെ കുറിച്ചുണ്ട്. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും ഇത് എന്റർടൈനർ ആയിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം. നിങ്ങൾക്ക് കണ്ടിഷ്ടായി? നിങ്ങളൊക്കെ കണ്ടോ? കണ്ടു കാണാൻ പോകും. കണ്ടിട്ട് പറയൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. ആ ക്രൂ എങ്ങനെയുണ്ടായിരുന്നു? വർക്ക് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും കാണാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ടോട്ടൽ പാക്കേജ് ആണ്. പുതിയ ഹീറോ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. കോമഡി ഫൺ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഇതുവരെ അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് നോക്കാനുള്ള സന്തോഷം. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫാമിലി തിയേറ്ററിൽ തന്നെ വന്ന് കാണും. നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും രസമുള്ള ക്യാരക്ടറല്ലേ? നന്നായിട്ടില്ലേ? നല്ല റെസ്പോൺസ് നന്നായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഞങ്ങൾ എല്ലാം കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. അതിന്റെ റിസൾട്ട് കിട്ടി. ഒത്തിരി സന്തോഷം. അതെ അതെ അതെ, ആദ്യമായിട്ടാണ് ഞാൻ നാദൃശിക ഡയറക്ഷൻ അഭിനയിക്കുന്നത്. അതിന്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തിയേറ്ററിൽ അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. ഒരുപാട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നോ തീർച്ചയായിട്ടും. പിന്നെന്താ, 100 ദിവസവും എന്താ പറയാ, ഞാൻ ഇതന്നെ പറഞ്ഞിരിക്കണോണ്ട് എനിക്ക് അതന്നെ എപ്പോഴും പൊളിയല്ല. നമുക്ക് വ്യത്യാസമില്ലല്ലോ. ആളെന്താ അഭിനയിച്ചാലും അത് ആ റിയാലിറ്റി ആയിട്ട് തന്നെ അഭിനയിക്കുള്ളൂ. എന്താണെങ്കിലും ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് അഭിനയിക്കാറുള്ളത്. പിന്നെ മൂവി ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്. അഭിനയം അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചില്ല. മീൻസ് ഞാൻ ഇടയ്ക്കാണെങ്കിൽ ആ ഷൂട്ടിലൊക്കെ ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ളതാണ്. കോമഡി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് കോമഡി.
ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കുറച്ച് ബോറൊന്നും അടിക്കില്ല കേട്ടോ. എല്ലാം അടിപൊളിയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് എല്ലാവർക്കും കാണുന്ന ഒരു സിനിമയാണ്. ഫാമിലീസ് മസ്റ്റ് കാണുന്ന സിനിമയാണ്. കാരണം ഇപ്പോഴത്തെ ഡ്രഗ്സിന്റെ സംഭവങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പെൺപിള്ളേരാണ് ആൺപിള്ളേരാണെങ്കിലും വഴി തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരുടെ അടുത്ത് കാട്ടിയിട്ടുണ്ട്. നല്ലൊരു കണ്ടന്റുള്ള സിനിമയാണ്. ആളുടെ അടിപൊളി, ആള് കോമഡി ഇല്ലേ, ആള് സംസാരിച്ച് തുടങ്ങുമ്പോൾ നല്ല രസമാണ് കാണാൻ, കണ്ടിരിക്കാനും രസമാണ്. എന്തോ കോമഡിയാണോ അതോ ഫാമിലി? ഫാമിലിക്ക് കാണണം. കോമഡി ഓവർ കോമഡി അല്ല, ആവശ്യത്തിനുള്ള കോമഡി, എല്ലാവർക്കും മനസ്സിന് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസ് കൊള്ളാറുണ്ട്. സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അവനിതൊരു സ്റ്റാർട്ടിംഗ് കൊണ്ടാണ് നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിത് കണ്ടിട്ട് അവൻ മുന്നോട്ട് മാറ്റിയെടുത്ത് കൊണ്ടുപോകും. അത്രയും എനിക്കിഷ്ടമായി സിനിമ. ഒന്നുകൂടി കാണണമെന്നുണ്ട്. എല്ലാവർക്കും അഭിപ്രായം എനിക്കറിയില്ല. എനിക്ക് ഒന്നുകൂടി കാണണം തോന്നുന്നുണ്ട്. കാരണം